ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ടാരറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ വ്യക്തിയുടെ ട്രൂ ഫീലിങ്സ് ആണ്. അപ്പോൾ അവർ ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ എത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അവരുടെ ട്രൂ ഫീലിങ്സ്. ഒരു ഡെവിളാണ് ആദ്യം തന്നെ വന്നത്. ക്ലാരിറ്റി എടുത്ത് നോക്കട്ടെ. സൺ കാർഡ്, Seven of Pentacles, Three of Swords, Ace of Cups. എന്തിനാണ് ഡെവിൾ ഇവിടെ വന്നതെന്ന് നോക്കാം. ഡെവിൾ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്, ഒരു ഇല്യൂഷൻ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരു ഹാലൂസിനേഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ അവർ എന്താണിപ്പോൾ അവരുടെ മനസ്സിൽ ഈ ഡെവിൾ എന്നതുകൊണ്ട് എന്ത് കാര്യമാണ് ഉദ്ദേശിക്കുന്നത്? ഒരു കൺഫ്യൂഷൻ തോന്നുന്നുണ്ട്. നൈറ്റ് ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ്. ഈ ഡെവിൾ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ്റെ ഒരു കാർഡാണ്. ശരിക്കും നിങ്ങളോടൊരു സ്നേഹവും പ്രണയവും അട്രാക്ഷനും അത് കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. കാരണം ഡെവിൾ എന്ന് പറയുന്നത് ഒബിയസ്ലി ഒരു നെഗറ്റീവ് കാർഡാണ്. പക്ഷേ ആ നെഗറ്റീവ് എന്ന് പറഞ്ഞാലും അതിനകത്ത് നിങ്ങളോട് ചിലപ്പം കുറേ കാലം കൊണ്ട് കാണാതിരിക്കുന്നതിൻ്റെ ഒരു ഇഷ്ടമോ സ്നേഹമോ പ്രണയമോ ഒരു അഡിക്ഷനോ ഒക്കെ ഈ ഒരു സമയം നിങ്ങളോട് കാണുന്നു എന്നുള്ളതാണ് ഈ നൈറ്റ് ഓഫ് ഫാൻസ് ഇവിടെ പറയുന്നത്. ഇത് നിങ്ങളിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. കാരണം രണ്ടാമത്തെ സൺ കാർഡാണ്, വളരെ പോസിറ്റീവാണ്, വളരെ പ്രതീക്ഷയോടെ ഇരിക്കുന്നു. ഒരു പുതിയ തുടക്കം ഉണ്ടാകാൻ അവർ ആഗ്രഹിക്കുന്നു. ആ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് അവർ പ്രയത്നിക്കുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ഒരു സമയം അവരുടെ മനസ്സിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനോ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം ഈ ഒരു സമയത്തേക്ക് മാറിപ്പോകുന്നു എന്നാണ് ഈ സൺ കാർഡ് പറയുന്നത്. കാരണം ഒരു നെഗറ്റീവിൽ നിന്നും ഒരു പോസിറ്റീവിലേക്ക്, പൂർണ്ണമായ ഒരു പോസിറ്റീവിലേക്ക് വന്ന ഒരു സമയമാണ് ഈ ഒരു സമയം. നമുക്ക് നോക്കാം. ജഡ്ജ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം അല്ലെങ്കിൽ നിങ്ങളുടെ കാത്തിരിപ്പിൻ്റെ ഫലം ഒക്കെ ഈ ഒരു സമയം വരുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ ഫലം തന്നെ ഈ ഒരു സമയം കിട്ടുന്നു എന്നുള്ളതാണ് കാണുന്നത്. കാരണം കുറേ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യം തന്നെ ഈ ഡബിൾ കാർഡ് പറയുന്നത്. അപ്പോൾ ആ തേർഡ് പാർട്ടി ഈ ഒരു സമയം കുറേ ആൾക്കാർക്കും ഇത് ഒഴിവായി പോയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടിയുടെ ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവരുടെ മനസ്സിലേക്കൊരു ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു സന്തോഷം വരുന്നത് എന്നാണ് കാണുന്നത്. ഇതിൽ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ചൊരു വിജയമാണ്. കുറേ കാലം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ച ഒരു കാര്യത്തിൻ്റെ വിജയം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. സെവൻ ഓഫ് പെൻഡക്കിളാണ്. അപ്പം നിങ്ങൾ ചെയ്ത കാര്യത്തിൻ്റെ ഫലം, കാരണം നിങ്ങൾ ഈ വ്യക്തിയെ അത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ അത്ര കാത്തിരുന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ ഇമോഷനും ഒക്കെ. അപ്പോൾ ഇവർ എന്ത് തെറ്റ് ചെയ്താലും നിങ്ങൾ സഹിക്കുകയും ക്ഷമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ ഫലമായിട്ട് അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കാത്തിരിപ്പിന് ഒരു ഫലമുണ്ടാകുന്നു എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ ഈ ഒരു സമയം ഒരു എന്താണ്, കാലചക്രം നിങ്ങൾക്ക് അനുകൂലമായി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയാൻ പറ്റും. ഈ ഒരു സമയം നിങ്ങൾ ദമ്പതികളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരുന്ന ആൾക്കാരാണെങ്കിൽ തിരിച്ചു വരികയും നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ഒരു വീലെന്ന് പറയുന്നത് ഇതും ജഡ്ജ്മെൻറ്റും ഒക്കെ നമ്മളുടെ കർമ്മഫലമാണ്. അപ്പോൾ ഈ ഒരു ആളെന്ന് പറയുന്നത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് നിങ്ങളിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാനേ പറ്റൂല. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഈ വ്യക്തി ഈ ഒരു സമയം അതൊക്കെ തിരിച്ചറിഞ്ഞ് നിങ്ങളിലേക്ക് വരുന്നത്. കാലചക്രം നിങ്ങൾക്ക് അനുകൂലമാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിന് അനുകൂലമായിട്ട് കാലചക്രം തിരിയുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയം കാണുന്നത്. ത്രീ ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്.
ഒരുപാട് ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. കാരണം ഇതിനകത്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഒരുപാട് ഹാർട്ട് ബ്രേക്കിലൂടെ അല്ലെങ്കിൽ കാർമിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോകുന്നു എന്നുള്ളതാണ് 3 ഓഫ് സോർട്സ് പറയുന്നത്. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ പാസ്റ്റിലുണ്ടായിരുന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഈ ഒരു സമയം അവർ മനസ്സിലാക്കി ഒഴിവാക്കിയിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അത് ഒഴിവാക്കുന്ന ഒരു എനർജിയാണ്. കാരണം അതുകൊണ്ടാണ് നിങ്ങളോട് ഈ നൈറ്റ് ഓഫ് കപ്പ് എന്ന് പറയുന്നത് അതും ഒരു ഭയങ്കര സ്നേഹം, ഒരു ഫിസിക്കൽ അട്രാക്ഷൻ, നിങ്ങളുടെ അടുത്ത് വേണം എന്നൊക്കെ അവർ ചിന്തിക്കുന്ന ഒരു ഇത്, അതൊക്കെ ഈ ഒരു സമയം അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഈ അവരുടെ ഒരു കാർമിക് സിറ്റുവേഷൻ, ഈ 3 ഓഫ് സോർട്സ് എന്ന് പറയുന്നത് അവരുടെ കാർമിക് സിറ്റുവേഷനാണ്. പാസ്റ്റ് ലൈഫിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്നതോ അവർ ഒരു കർമ്മം ചെയ്തു വെച്ചതോ ആയിട്ടുള്ള ആൾക്കാർ അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ആ ഒരു സമയം ചിലപ്പോൾ ഈ ഒരു ജീവിതത്തിൽ അവരുടെ ആ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കണം നിങ്ങളോട് അവർക്ക് ഇത്രയധികം സ്നേഹം തോന്നുന്നത് എന്നുള്ളതാണ്. ഏസ് ഓഫ് കപ്പാണ്. അപ്പം ഈ ഒരു റീഡിങ്ങിൽ ഇങ്ങനെ ജെനുവിനായിട്ടാണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു സമയം. അവരുടെ പ്രണയവും സ്നേഹവും ഒക്കെ ഒരു അത്രയും ഹൃദയത്തിൽ നിന്നുള്ളതാണ്. ഒരിക്കലും ഇതൊരു കാട്ടിക്കൂട്ടലോ വെറും തോന്നലുകളോ ഒന്നും തന്നെ ഇല്ല. ശരിക്കും ജെനുവിനായിട്ടുള്ള ഒരു സ്നേഹവും പ്രണയവും ഒക്കെയാണ്. അവരുടെ ഹൃദയത്തിൽ നിന്നാണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു സമയം. അതവർ മനസ്സിലാക്കുന്നു. നിങ്ങളെ അങ്ങനെ സ്നേഹിക്കപ്പെടാൻ അർഹതയുള്ള ആൾക്കാരാണ്. നിങ്ങളെ ഒരിക്കലും മാറ്റിക്കളയാൻ അവർക്ക് പറ്റൂല എന്നവർ ചിന്തിക്കുന്നുണ്ട്. 8 ഓഫ് കപ്പാണ്. ചില ആൾക്കാർക്ക് ഇത് നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഒരിക്കലും ഒരു യൂണിയൻ ഉണ്ടാകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി ഈ സ്നേഹത്തോടു കൂടി തന്നെ അവർ വിട്ടുപോകുന്ന എനർജി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർക്കാണ് ഇതൊരു യൂണിയൻ ഉള്ളത്. അല്ലാത്ത ആൾക്കാർക്ക് ഒരിക്കലും യൂണിയൻ ഉണ്ടാകാതെ പറ്റാത്ത ആൾക്കാരുടെ എനർജി ഇതിനകത്തുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതവർ ആ ഇഷ്ടം ഉണ്ട്, മനസ്സിൽ ഒരുപാട് ഇഷ്ടവും സ്നേഹവും പ്രണയവും ഒക്കെ ഉണ്ടെങ്കിലും അവർ ഈ ഒരു സമയം ഇത് വിട്ടുകളയാൻ തീരുമാനിച്ചു. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് നോക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനിച്ചത്? 6 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. കാരണം നിങ്ങൾ വേറെ മാറിപ്പോയിട്ടുണ്ടായിരിക്കും. ഒന്നുകിൽ നിങ്ങൾ വേറെ രാജ്യത്തിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ മാറിപ്പോയിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ വേറൊരു വിവാഹം കഴിഞ്ഞ് പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു വ്യക്തിയിൽ നിന്നും അടുക്കാൻ പറ്റാത്ത വണ്ണം നിങ്ങൾ അത്രയും ദൂരെയായി പോയി എന്നാണ് കാണുന്നത്. ഈ 6 ഓഫ് സോർട്സ് എന്നത് കടൽ കടന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയ ഒരു എനർജിയാണ്. അപ്പോൾ അവർ യഥാർത്ഥത്തിൽ കാത്തിരിക്കുന്നുണ്ട്. അവർ കാത്തിരിക്കുന്നുണ്ടെങ്കിലും പക്ഷേ അത് ഒരിക്കലും ഒരു യൂണിയൻ എന്നുള്ള നിലയിൽ, ഒരുമിക്കണം എന്നുള്ള നിലയിലൊന്നും ഒരിക്കലും എത്തൂല എന്ന് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു എനർജി ഉണ്ട്. പക്ഷെ മനസ്സിൽ ഒരുപാട് സ്നേഹമുണ്ടെന്നാണ് കേട്ടോ. ഏസ് ഓഫ് പെൻഡക്കിളാണ്. അതും ഒരു പുതിയ തുടക്കമുണ്ട്. ഒരു പുതിയ വാതിൽ എവിടെയോ തുറക്കും എന്നുള്ള പ്രത്യാശ ഈ ഒരു സമയമുണ്ട്. എപ്പോഴായാലും ഒരു ഇത് സംഭവിക്കും. നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം അവരെ വേണ്ടാന്ന് വയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ വിളിക്കും, സംസാരിക്കും, വീണ്ടും ഒരു സ്നേഹത്തോടെ ഉള്ളൊരു യൂണിയൻ ഉണ്ടാകും എന്നൊക്കെയാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. നമുക്കിനി ഇതിൽ നിന്നും എന്താണ് അവരുടെ സിറ്റുവേഷൻ എന്ന് നോക്കാം. ഹാപ്പിനെസ് ആണ്. അപ്പം നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് അവർക്കുള്ളത് എന്നുള്ളതാണ് ഈ ഒരു സമയം. പിന്നെ യൂണിക്കോൺ ആണ്. അവർ ശരിക്കും ഇൻഡ്യൂഷൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സമയം അവർക്ക് നല്ല ഇൻഡ്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ അവരതിന് വേണ്ടിയിട്ട് ഈ ഇൻഡ്യൂഷൻ വരുമ്പോൾ അവരത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ നല്ലൊരു കാര്യം നടക്കണേ, സംഭവിക്കണേ എന്നവർ പ്രാർത്ഥിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത്. ക്യാരറ്റാണ്. ഒരു വലിയ സാധ്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരുമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുകൂലമായ സമയത്തിന് വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ക്യാരറ്റ് പറയുന്നത്. ലോബ്സ്റ്ററാണ്. ഒരു ഫിനാൻസ് പരമായി അവരെന്തോ ഒരു വിഷമത്തിലാണ് എന്നാണ്. അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം, അവരെന്തോ ഒരു കാര്യം ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണെന്നാണ് കാണുന്നത്. അവരതിൽ ആ ഒരു കാര്യത്തിൽ അവർ കുറച്ച് എൻഗേജ്ഡ് ആകേണ്ട അവസ്ഥയുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സമയം. എന്തെങ്കിലും ചിലപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ ജോലിക്ക് അവർ ഈ ഒരു സമയം കയറിയതായിരിക്കാം. ഡാഗറാണ്. ശരിക്കും
ഈ ഒരു സമയം ചില സമയം അവർക്ക് ഒരു ടെൻഷനും വറിയൊക്കെ ഉണ്ട്. അവരുടേതായ എന്തോ ഒരു അവരുടെ സ്വന്തമായിട്ടുള്ള വേറെ എന്തോ കാര്യത്തിൽ അവർക്കൊരു ആൻസൈറ്റിയും ഫിയറും ഒക്കെ ഉണ്ട്. എന്തോ ഒരു കാര്യത്തിൽ ഒരു ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഒരു സിറ്റുവേഷനിൽ. അവരുടെ സ്വന്തമായിട്ടുള്ള എന്തോ കാര്യം, നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല, അവരുടേതായ എന്തോ ഒരു കർമ്മയിൽ ഒരു ഭയപ്പെടുന്നു, അവർക്ക് ആ ഒരു സിറ്റുവേഷൻ ഒരു ഭയപ്പെടുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അവരുടെ ജോലി സംബന്ധമായ എന്തെങ്കിലും കാര്യമായിരിക്കാം. ക്യാറ്റാണ്, 2 ഫേസ്ഡ് ഫ്രണ്ടാണ്. അപ്പോൾ ഇവർക്ക് ഈ ഒരു സമയം അവർക്ക് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഏതോ ആൾക്കാരുടെ ഒരു ഇരട്ട മോഹം മനസ്സിലായി എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ഇതാണ് ചിന്തിക്കുന്നത്, അവരുടെ സിറ്റുവേഷൻ ഇതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.